ആറങ്ങോട്ടുകരയിലെ സർഗ ഫുഡ് പ്രൊഡക്ട്സ് എന്നുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റാണ്. ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ കൂടി ഒരു സ്റ്റാർട്ടപ്പ് എന്താണ് ചെയ്യുക എന്നുള്ളൊരു ആലോചന ഉണ്ടായി. അപ്പോൾ ഫുഡ് പ്രോസസ്സിംഗ് ആണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. അപ്പോഴാണ് പട്ടാമ്പി KVKയിലെ ഒരു 5 ദിവസത്തെ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തത്. അവിടെ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്തത് ലക്ഷ്മി മാമാണ്. അപ്പോൾ മാമിൻ്റെ ഒരു നിർദ്ദേശവും സഹായവും ഒക്കെ ഈ യൂണിറ്റ് തുടങ്ങുന്നതിൻ്റെ പുറകിലുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്തു. അതിൽ കുറച്ചൊക്കെ നമുക്ക് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും പിന്നെ അതുപോലെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലേക്കാണ്. ഇതിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്താനും ആലോചനയുണ്ട്. സർഗയുടെ പ്രോഡക്ട്സ് ജസ്റ്റ് എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഒന്ന് ഗരം മസാലപ്പൊടിയാണ്. അത് നമ്മൾ 50 ഗ്രാം വീതമുള്ള പാക്കറ്റിലാക്കിയിട്ടുള്ള. പിന്നെ ഒന്ന് സാമ്പാർ പൊടി. ഇത് ശരിക്കും നമ്മൾ നാടൻ സാമ്പാർ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഈ സാമ്പാർ പൊടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ വളരെ ഓർഗാനിക്കായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കൂവ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും കിട്ടുന്നതാണല്ലോ, അത് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കൂവപ്പൊടി. അതുപോലെ ഓർഗാനിക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി. അതുപോലെ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് കഴിക്കുന്ന ദോശപ്പൊടിയുണ്ട്. പിന്നെ ഗോതമ്പിൻ്റെയും മില്ലറ്റിൻ്റെയൊക്കെ കുറച്ച് പ്രൊഡക്ട്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ജോവർ ഫ്ലോറാണ്, അതായത് മണിച്ചോളത്തിൻ്റെ പൊടി. പിന്നെ ഉള്ളത് പ്രീമിയം MP ശരാബത്തി വീറ്റ് ഫ്ലോറാണ്. ഇത് കുറച്ച് റിച്ച് ഫൈബർ ഉള്ളൊരു ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതിൽ തന്നെ മില്ലറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഗോതമ്പ് പൊടിയും ചെയ്തിട്ടുണ്ട്. അത് 2 തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് റാഗി മിക്സ് ചെയ്തിട്ടുള്ളതും അടുത്തത് നമ്മൾ ജോവർ മിക്സ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള 2 തരത്തിലുള്ളത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു ഫ്ലോറാണത് മുളപ്പിച്ച റാഗിയുടെ പൊടി. അപ്പോൾ അത് നമ്മൾ പ്രൊഡക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് ജോവറുടെ റവയാണ്. ഇത് വളരെ സ്വാദിഷ്ടമാണ്. ശരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റവയാണിത്. പിന്നെ അതുപോലെ തന്നെ ജോവറിൻ്റെ പുട്ടുപൊടിയുണ്ട്. അതേപോലെ തന്നെ റാഗി പുട്ടുപൊടി. നമ്മൾ മില്ലറ്റിൻ്റെ കുറേ വെറൈറ്റികൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗോതമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, സാമ്പാർ പൊടി, ദോശപ്പൊടി, മഞ്ഞൾ, കൂവ, അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും. ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് നാട്ടിലൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.